നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 5ാം ഘട്ട വോട്ടെടുപ്പിൽ 60.9% പോളിംഗ്. ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയത്, 73%. മഹാരാഷ്ട്രയിലാണ് കുറവ് പോളിംഗ്, 48.88%. ബീഹാറിൽ 52.55%, ജമ്മു കാശ്മീരിൽ 54.21%, ജാർഖണ്ഡിൽ 63%, ഒഡീഷയിൽ 60.72%, ഉത്തർപ്രദേശിൽ 57.43%, ലഡാക്കിൽ 67.15% ആണ് പോളിംഗ്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള യഹിയാനും ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. ഇന്നലെ വൈകിട്ട് വനമേഖലയിൽ തകർന്നു വീണ ഹെലികോപ്റ്ററിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്ന് രാവിലെ കണ്ടെത്തി. പ്രസിഡന്റിനൊപ്പം സഞ്ചരിച്ച പ്രവിശ്യ ഗവർണർ അടക്കം 5 ഉന്നതരും അപകടത്തിൽ മരിച്ചു. പൈലറ്റും സഹപൈലറ്റും ഉൾപ്പെടെ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന 9 പേരും കൊല്ലപ്പെട്ടു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും ഞെട്ടലും രേഖപ്പെടുത്തുന്നു. ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധത്തിൽ ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ എക്കാലവും ഓർമ്മിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും ഇറാനിലെ ജനങ്ങളോടും അനുശോചനം അറിയിക്കുന്നു. ഈ ദുഃഖത്തിൽ ഇന്ത്യ ഇറാനോടൊപ്പം നിൽക്കുന്നു, മോദി എക്സിൽ കുറിച്ചു. പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ കൊലപാതക കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിൻ്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു. അമീറുൽ ഇസ്ലാം നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. വധശിക്ഷക്കെതിരെ പ്രതി അമീറുൽ ഇസ്ലാം നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ വിധി. കുറ്റവിമുക്തനാക്കി വെറുതെ വിടണമെന്നായിരുന്നു പ്രതിയുടെ ആവശ്യം. സംസ്ഥാനത്തെ LDF സർക്കാർ 3 വർഷം പൂർത്തിയാക്കുമ്പോൾ ജനകീയ വികസന മാതൃക കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റിയും പുതിയ പദ്ധതികൾ ഏറ്റെടുത്തും കേരള വികസന മാതൃക പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. കേരളത്തിൻ്റെ ശോഭനമായ ഭാവിക്കും സമഗ്രമായ പുരോഗതിക്കുമായി നമുക്ക് പ്രയത്നിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു ചികിത്സയിലായിരുന്ന 5 വയസ്സുകാരി മരിച്ചു. മലപ്പുറം മുന്നിയൂർ സ്വദേശി ഫത്വയാണ് മരിച്ചത്. ഒരാഴ്ചയായി കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു. മലപ്പുറം കടലുണ്ടിപ്പുഴയിൽ നിന്നാണ് വൈറസ് ബാധ ഏറ്റതെന്നാണ് സംശയം. അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ബിജോൺ ജോൺസനെ മെഡിക്കൽ കോളേജ് പോലീസ് ചോദ്യം ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് ചോദ്യം ചെയ്തത്. നാവിൽ കെട്ട് കണ്ടതിനെ തുടർന്നാണ് അടിയന്തര പ്രാധാന്യത്തോടെ കുഞ്ഞിൻ്റെ നാവിൽ ശസ്ത്രക്രിയ നടത്തിയതെന്ന വാദത്തിൽ ഡോക്ടർ ഉറച്ചു നിന്നു. ശസ്ത്രക്രിയാ സമയത്ത് ഒപ്പമുണ്ടായിരുന്ന നഴ്സുമാർക്കും ഡോക്ടർമാർക്കും ഒപ്പമാണ് ചോദ്യം ചെയ്തത്. മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വൈദ്യുതി ബില്ലടച്ചാൽ വലിയ ഇളവുകൾ ലഭിക്കുമെന്ന പ്രചാരണം വ്യാജം എന്ന് KSEB അറിയിച്ചു. ഉപഭോക്താക്കളെ വഞ്ചിതരാക്കി പണം തട്ടുക ലക്ഷ്യമിട്ടുള്ള ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ കുടുങ്ങരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് നെടുമ്പാശ്ശേരിയിൽ പിടിയിലായ സബിത്ത് നാസറിൻ്റെ മൊഴിയിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. അവയവക്കടത്തിനായി പ്രധാനമായും യുവാക്കളെ കണ്ടെത്തുന്നത് ഹൈദരാബാദ്, ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിൽ നിന്നാണെന്നും 6 ലക്ഷം രൂപ വരെയാണ് പ്രതിഫലമായി നൽകുന്നതെന്നും സബിത്ത് പറഞ്ഞു. സബിത്ത് നാസർ വഴി സംഘത്തിലേക്ക് മുഴുവനുമായി എത്തിപ്പെടാൻ സാധിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചി അവയവക്കടത്ത് കേസിലെ ഷമീർ വൃക്ക ദാനം ചെയ്യാൻ നേരത്തെ ശ്രമിച്ചിരുന്നതായി പാലക്കാട് തിരുനെല്ലായി കൗൺസിലർ മൻസൂർ. കൂട്ടുകാരൻ്റെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞാണ് വൃക്കദാനത്തിന് ശ്രമിച്ചതെന്നും ഷമീർ സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്നയാളാണെന്നും മൻസൂർ പറഞ്ഞു. കഴിഞ്ഞ 6 മാസമായി ഷമീർ എവിടെയാണെന്നറിയില്ല. വീട്ടുകാരുമായി ഷമീറിന് ബന്ധമില്ലെന്നും മൻസൂർ പറഞ്ഞു. ഡ്രൈവർമാർക്കെതിരെ നടപടി സ്വീകരിച്ച് KSRTC. പപ്പനംകോട് യൂണിറ്റിലെ ഡ്രൈവർ MT പ്രഭാഷ്, പൂവാർ യൂണിറ്റിലെ ഡ്രൈവറായ ഷൈൻ എന്നിവർക്കെതിരെയാണ് നടപടി. കരുനാഗപ്പള്ളിയിൽ നടന്ന അപകട മരണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രഭാഷിനെ സസ്പെൻഡ് ചെയ്യുകയും ഷൈനിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടെന്നും KSRTC അറിയിച്ചു. മഴ കനത്തതോടെ തൃശൂർ ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം അടച്ചിടാൻ തീരുമാനമായി. കനത്ത മഴയും കാറ്റുമാണ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ അനുഭവപ്പെടുന്നത്. ആതിരപ്പള്ളി, വാഴച്ചാൽ, വിലങ്ങൻകുന്ന്, കലശമല, പൂവാല ഡാം, എനമാവ്, നെഹ്റു പാർക്ക്, ചേപ്പാറ, വാഴാനി ഡാം, പീച്ചി ഡാം, സ്നേഹതീരം ബീച്ച്, ചാവക്കാട് ബീച്ച്, തുമ്പൂർ മൊഴി, റിവർ ഗാർഡൻ എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം പ്രവേശനം വിലക്കിയിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെയാണ് നിയന്ത്രണമെന്ന് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി അറിയിച്ചു.
സംസ്ഥാനത്ത് വെസ്റ്റ് നൈൽ പനി ബാധിച്ച് മണിയാറൻകുടി സ്വദേശി വിജയകുമാർ 24 മരിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. കോഴിക്കോട് വെച്ചാണ് വെസ്റ്റ് നൈൽ പനി ബാധിച്ച് മരണകാരണം സ്ഥിരീകരിച്ചുള്ള റിപ്പോർട്ട് ഇന്നലെയാണ് ലഭിച്ചത്. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം പണിത സംഭവത്തിൽ ന്യായീകരണവുമായി പി ജയരാജൻ. ബോംബുണ്ടാക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവർക്ക് RSSും സ്മാരകം പണിതിട്ടുണ്ട്. പാനൂർ ചെറ്റക്കണ്ടിയിൽ ജീവസമർപ്പണം നടത്തിയവർക്കായുള്ള അനുസ്മരണ പരിപാടി തുടരുമെന്നും പി ജയരാജൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. കോടതിയലക്ഷ്യ കേസിൽ കെ സുധാകരൻ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി. ഷുഹൈബ് വധക്കേസിൽ CBI അന്വേഷണ ഹർജി തള്ളിയ ഹൈക്കോടതി ഉത്തരവ് നിലവാരമില്ലാത്തതാണ് എന്ന പരാമർശമാണ് കേസിന് ആധാരം. 2019 ഓഗസ്റ്റ് 3 ചാവക്കാട് നടത്തിയ പ്രസംഗത്തിലായിരുന്നു ഈ പരാമർശം. ഇനി കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടതില്ല. പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിലെ പ്രതി അസം സ്വദേശി അമീറുൽ ഇസ്ലാമിൻ്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചതിനെ തള്ളി അഭിഭാഷകൻ അഡ്വക്കേറ്റ് BA ആളൂർ. കൊലപാതകത്തിൽ അമീറുൽ ഇസ്ലാം നിരപരാധിയാണെന്നും കുറ്റം ചെയ്തത് മറ്റാരോ ആണെന്നും വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുമെന്നും ആളൂർ പറഞ്ഞു. കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണം വേഗത്തിലാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് ED കോടതിക്ക് മറുപടി നൽകിയിരുന്നു. K സുരേന്ദ്രൻ അടക്കം ആരോപണ വിധേയരായ സംഭവത്തിൽ എൻഫോഴ്സ്മെന്റ് നടത്തുന്ന അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് ആരോപിച്ച് ആദ്മി പാർട്ടിയാണ് കോടതിയെ സമീപിച്ചത്. കൊടകര ദേശീയ പാതയിൽ വെച്ച് കാറിൽ കൊണ്ടുപോവുകയായിരുന്ന 3.5 കോടി രൂപ ക്രിമിനൽ സംഘം തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ടതാണ് കേസ്. കേരളത്തിൽ അടുത്ത ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. 40-50 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ മെയ് 22 ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഹോസ്ദുർഗിൽ 9 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിയുടെ ചിത്രം പോലീസ് പുറത്തുവിട്ടു. കുടക് മടിച്ചേരി സ്വദേശിയായ PA സലീമിൻ്റെ ചിത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം തൊട്ടടുത്ത ദിവസം ഇയാൾ കർണാടകയിലേക്ക് കടന്നുവെന്നാണ് വിവരം. പോലീസ് പ്രതിക്കായി ഊർജിതമായ അന്വേഷണം. 10 വയസ്സുകാരിയെ പീഡനത്തിനിരയായെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. പ്രതിയെ ഇതുവരെ പോലീസ് പിടികൂടാനായിട്ടില്ല. കുട്ടി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇന്നലെ പുലർച്ചെ 3 മണിയോടെ ഉറങ്ങാൻ കിടന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കമ്മൽ കവർന്നതിനു ശേഷം ഉപേക്ഷിക്കുകയായിരുന്നു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.